ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പിവറ്റ് പോയിൻ്റ് ഉപയോഗിച്ചുള്ള പുതിയൊരു സ്ട്രാറ്റജിയാണ് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറയും. അത് പിവറ്റ് പോയിൻ്റ് ഉപയോഗിച്ച് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇത് ചാർട്ടിങ് സപ്പോർട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇത് ചാർട്ടിങ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ നമ്മൾ അവിടെ പോയി അടിച്ചു നോക്കും, ചാർട്ടിങ് കിട്ടും. അതിനകത്ത് ഞാൻ നിഫ്റ്റി സെലക്ട് ചെയ്തു. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് കിട്ടും. 1 മിനിറ്റ്സ് 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ 3 മിനിറ്റ്സ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഈ പുതിയ സ്ട്രാറ്റജിയാണ് പിവറ്റ് പോയിൻറ്റ്സ്. എന്താണ് പിവറ്റ് പോയിൻറ്റ്? അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, അതിൻ്റെ മീനിങ് എല്ലാം കിട്ടും. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിവറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് പിവറ്റ് പോയിൻറ്റ്. അതിന് 3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് 3 സപ്പോർട്ടും 3 റെസിസ്റ്റൻസും ഉണ്ട്. ഒരു സ്റ്റോക്കിൻ്റെ പിവറ്റ് പോയിൻ്റ് എടുത്താൽ താഴോട്ട് 3 സപ്പോർട്ടും കാണാം, മുകളിലോട്ട് 3 റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ മുകളിൽ ആദ്യം നമ്മൾ താഴത്തെ സപ്പോർട്ട് 1, S1, S2 ആൻഡ് S3 ഇത് 3 ഞാനിവിടെ ചാർട്ടിനകത്ത് വെച്ചേക്കുന്നു. അതേപോലെ റെസിസ്റ്റൻസ് ഈ 3 സപ്പോർട്ട് S1, S2 ആൻഡ് S3 3 സപ്പോർട്ട് എടുത്ത് വെച്ചു. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ റെസിസ്റ്റൻസ് R1, R2 ആൻഡ് R3. ഓക്കെ, റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2 ആൻഡ് റെസിസ്റ്റൻസ് 3. റെസിസ്റ്റൻസ് 1 എന്ന് വെച്ചാൽ ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 അങ്ങനെയാണ് പറയുന്നത്, ചുരുക്കം പറഞ്ഞാൽ. റെസിസ്റ്റൻസ് ആണല്ലോ നമ്മൾ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സപ്പോർട്ടിനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇതുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ പിവറ്റ് പോയിൻറ്റിനകത്ത് സപ്പോർട്ട്, റെസിസ്റ്റൻസ്. സപ്പോർട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ടും റെസിസ്റ്റൻസിന് നമ്മൾ ടാർഗറ്റായിട്ട് ഉപയോഗിക്കും. അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് 1 മാത്രം സെറ്റ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടാർഗറ്റ് 2, ടാർഗറ്റ് 3 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ NSEക്കകത്ത് നമ്മൾ ആദ്യം പോകണം. NSEയുടെ വെബ്സൈറ്റിൽ പോകണം. NSEയുടെ വെബ്സൈറ്റിൽ പോകുന്ന ഇവിടെ ബ്രൗസർ എടുക്കുക, NSE അടിച്ചു കൊടുക്കുക, NSE ഇന്ത്യ. NSE ഇന്ത്യ അടിച്ചു കൊടുക്കും. അതിനകത്ത് അതിൻ്റെ ഡേറ്റ വരും. മാർക്കറ്റ് ഡേറ്റയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, LST ഉണ്ട്, ട്രേഡ് ഉണ്ട്. മാർക്കറ്റ് ഡേറ്റയ്ക്കകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രീ മാർക്കറ്റ് ഓപ്പൺ, ഇൻഡെക്സ് ഉണ്ട്, ഡെറിവേറ്റീവ്സ്, ഇക്വിറ്റീസ് എല്ലാം ആണ്. അതിനകത്ത് നമ്മൾ ഇക്വിറ്റീസ് ആണ് നമുക്ക് തൽക്കാലം ഇക്വിറ്റീസ് എടുക്കുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇക്വിറ്റി എടുത്താൽ മതി. എല്ലാ ഡേറ്റയും ഇതിനകത്ത് അവൈലബിൾ ആണ്, മാർക്കറ്റ് ഡേറ്റ. അപ്പോൾ ഇക്വിറ്റിക്കകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൻ്റെ ഒരു പിവറ്റ് പോയിൻറ്റിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 കാണും, മിഡ് ക്യാപ്പ് കാണും, 100 കാണും. NSEയിലെ എല്ലാ ട്രേഡ് ചെയ്യുന്ന എല്ലാ IT, സ്റ്റോക്ക്, ഫിനാൻഷ്യൽ, ബാങ്ക് കാണും. അതിനകത്ത് ഡൗൺലോഡ് എന്ന് പറയുന്നുണ്ട്, അതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. നിഫ്റ്റി 50 എടുത്ത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എക്സൽ ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സൽ ഫയലായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത NSEക്കകത്ത് എടുത്ത ഡേറ്റ. ഇതിനകത്തിപ്പം സിമ്പിളുണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റോക്കിൻ്റെ നെയിം, ഓപ്പൺ, ഹൈ, ലോ, പ്രീവിയസ്. ഇതെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം LTP എന്ന് വെച്ചാൽ ലാസ്റ്റ് ട്രേഡ്, അതെന്ന് വെച്ചാൽ ഞാനത് എഡിറ്റ് ചെയ്ത് ക്ലോസ് ആക്കി. അപ്പോൾ അതിനപ്പുറത്തോട്ട് വോളിയം കിടപ്പുണ്ട്, പിന്നെ 52 വീക്ക് ഹൈ കിടപ്പുണ്ട്, 52 വീക്ക് ലോ കിടപ്പുണ്ട്, പിന്നെ അതിൻ്റെ എല്ലാ ഡേറ്റയും ഉണ്ട്. അപ്പോൾ സിമ്പിൾ, ഓപ്പൺ, ഹൈ, ലോയ്, ലാസ്റ്റ് ട്രേഡ്. അപ്പം അതിനകത്ത് നമ്മുടെ ഈ നിഫ്റ്റി 50യിലെ ലാസ്റ്റ് ഇന്നലെ പെർഫോം ചെയ്ത ടോപ്പായിട്ടുള്ളതാണ്. ഇന്നലെ പെർഫോം ചെയ്ത ടോപ്പായിട്ടുള്ള വിപ്രോ കിടക്കുന്നുണ്ട്, അത് ടോപ്പായിട്ടുള്ള കിടക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റോക്ക് മാസം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേണ്ടത് സിമ്പിൾ, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഇത്രയാണ് വേണ്ടത്. ഓപ്പൺ എന്ന് വെച്ചാൽ ഇന്നലെ എത്രയിലാണ് ഓപ്പൺ ആയത്, ഇന്നലെ എത്രയിലാണ് ഹൈ ആയത്, എത്ര വരെ പോയി, ഇന്നലെ എത്ര താഴോട്ട് പോയി, എത്ര ക്ലോസ് ചെയ്ത്, ഇത്രയാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇപ്പോൾ തൽക്കാലം കൊണ്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്ര ഈ 5 സിമ്പിളാണ് നമുക്ക് വേണ്ടത്. സിമ്പിൾ, ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്.
ബാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ക്ലോസിൻ്റെ അവിടെ വരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു അസോർട്ടാക്കാം. ഇത് പല രീതിയിലാണ് കിടക്കുന്നത്. A to Z അല്ല കിടക്കുന്നത്. നമുക്ക് ആദ്യം ഒരു കളർ കൊടുക്കുക. ഇതിന് യെല്ലോ കളർ കൊടുത്ത്, പിന്നെ ഇത് ആൽഫബറ്റിക്കൽ അല്ല കിടക്കുന്നത്. ആൽഫബറ്റിക്കൽ എന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഇപ്പം A അല്ല കിടക്കുന്നത്, ആദ്യം W ആണ് കിടക്കുന്നത്, പിന്നെ അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യം നമുക്ക് വേണ്ട തൽക്കാലം. 52 വീക്കും ഹൈയും അതൊന്നും വേണ്ട ഈ പിവറ്റ് പോയിൻ്റ് കാൽക്കുലേഷന് സ്ട്രാറ്റജിക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ യെല്ലോ കളറൊക്കെ കൊടുത്ത് റെഡിയാക്കി. അപ്പം ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ അസോർട്ട് ഒന്ന് മാറ്റണം. മിക്സ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പം ഈ മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ ഈ അസോർട്ടൊന്ന് മാറ്റണം. എന്ന് വെച്ചാൽ A ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മളത് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് മൊത്തമായിട്ട് ഒന്ന് സെലക്ട് ചെയ്യണം. എൻ്റെ ഈ എക്സൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഇത്രയും സ്ലോ ആണത്. എന്നിട്ട് അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് A to Z. ഓക്കെ, A to Z സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അദാനി പോർട്ട് മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പെർഫോമൻസ്, ഹൈ മുതൽ ലോ വരെയുള്ള പെർഫോമൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അദാനി പോർട്ട് ഞാൻ എടുത്തു. ഈ സിമ്പിൾ നമ്മൾ സൈഡിലായിട്ട് വേറൊരു വേറൊരു കോളത്തിനകത്ത് നമ്മളിത് കോപ്പി ചെയ്തിടുന്നു. നമ്മൾ സിമ്പിൾ ഓപ്പൺ, ഹൈ, ലോയും ഇതിത്രയും നമ്മൾ വേറൊരു കോളത്തിനകത്ത് കോപ്പി ചെയ്തിട്ടിട്ട്, കോപ്പി ചെയ്തിടുന്നത് വെച്ചാൽ നമുക്ക് പിവറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് കോപ്പി ചെയ്തിടുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പിവറ്റ് പോയിൻ്റ് എഴുതാം, പിന്നെ സപ്പോർട്ടും എഴുതാം, പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസും എഴുതാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കോപ്പി ചെയ്ത് സിമ്പിളും ഓപ്പണും ഹൈയും ലോയും മാത്രമേ ക്ലോസ് ചെയ്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഈ അദാനി പോർട്ട് എന്നുള്ളത് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് ഈ അദാനി പോർട്ട് എന്ന് നടക്കുന്നത് ഫസ്റ്റാണ് കിടക്കുന്നത്. അതിൻ്റെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടും, റെസിസ്റ്റൻസ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ആക്സിസ് ബാങ്കിനാണ് സിമ്പിളായിട്ട് അദാനി പോർട്ടിൻ്റെ അവിടെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് ആക്സിസ് ബാങ്കിൻ്റെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3 അത് വരച്ചു. റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3. അപ്പോൾ പിവറ്റ് പോയിൻ്റ് ഫോർമുല എന്ന് പറയുമ്പം ശ്രദ്ധിച്ചോണം. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പിവറ്റ് പോയിൻ്റ് ഫോർമുല എങ്ങനെയാണ്? ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡഡ് ബൈ 3. ശ്രദ്ധിക്കണം, ആ സ്റ്റോക്കിൻ്റെ ഹൈ, ലോയ്, ക്ലോസ് അത് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഈക്വൽ ടു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാനത് 3 സെലക്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 3 എന്നാക്കി. അപ്പം ഇതാണ് പിവറ്റ് പോയിൻ്റ് 669. ഇപ്പം നമ്മൾ എന്നാ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ആ സ്റ്റോക്ക് വൈകിട്ടാകുമ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് 66 സ്റ്റോക്കിൻ്റെ പിവറ്റ് പോയിൻ്റാണ് 669. ഇനി അടുത്ത സപ്പോർട്ട് ഞാൻ നോക്കുന്നത്. സപ്പോർട്ടിൻ്റെ ഫോർമുല ശ്രദ്ധിച്ചോണം. 2 ഇൻറ്റു പിവറ്റ് പോയിൻ്റ് മൈനസ് ഹൈ. എങ്ങനെയാണ് ഈക്വൽ ടു സപ്പോർട്ട് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ഈക്വൽ ടു 2 ഇൻറ്റു പിവറ്റ് പോയിൻ്റ് മൈനസ് ഹൈ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോർമുല 2 ഈക്വൽ ടു 2 മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് കിട്ടിയല്ലോ 669 എന്ന് പറയുന്നത് പിവറ്റ് പോയിൻ്റ് മൈനസ് ആ സ്റ്റോക്കിൻ്റെ ഹൈ, ഇന്നലത്തെ ഹൈ. അപ്പോൾ എനിക്ക് കിട്ടിയ പിവറ്റ് പോയിൻ്റ് 662 ആണ്. സപ്പോർട്ട് 1, സ്റ്റോപ്പ് ലോസ് 1 ആയിട്ട് കിട്ടിയത്. ഓക്കെ, പിന്നെ അടുത്ത സപ്പോർട്ട് 2 ഈക്വൽ ടു പിവറ്റ് പോയിൻ്റ് മൈനസ് ഹൈ മൈനസ് ലോ. ശ്രദ്ധിക്കണം, ഈക്വൽ ടു പിവറ്റ് പോയിൻ്റ് മൈനസ് ഹൈ മൈനസ് ലോ. അപ്പോൾ ഈക്വൽ ടു ആ ബ്രാക്കറ്റ് ഇട്ട് അതേപോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ സപ്പോർട്ട് ഈക്വൽ ടു പിവറ്റ് പോയിൻ്റ് മൈനസ് 2 ഇൻറ്റു ഹൈ മൈനസ് ലോ. മൂന്നാമത്തെ സപ്പോർട്ട് ഈക്വൽ ടു പിവറ്റ് പോയിൻ്റ് മൈനസ് 2 ഇൻറ്റു ഹൈ മൈനസ് ലോ. അപ്പോൾ നമ്മളവിടെ
പിവറ്റ് പോയിന്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു, ടു എൻ്റർ ചെയ്തു, മൾട്ടിപ്ലൈഡ് ബൈ മേളിൽ നമ്മൾ കൊടുത്തപ്പോൾ ഉണ്ട് ഹൈ മൈനസ് ലോ. ഓക്കെ. അപ്പം ഈ 3 കിട്ടി. ഇത് നമുക്ക് ഈ ഡെസിമൽ ഒഴിവാക്കേണ്ട മേളിൽ നമ്പറിൻ്റെ താഴെ ആ ഡെസിമൽ ഡിക്രീസ്, ഡെസിമൽ ഇൻക്രീസ് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഡെസിമൽ ഒഴിവാക്കി കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ നോർമലായിട്ട് ഡെസിമൽ ഒഴിവാക്കി. ഇനി അടുത്ത് എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസ് ടാർജറ്റ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടുപിടിക്കുന്നത്? ഈക്വൽ ടു 2 ഇൻറ്റു പിവറ്റ് പോയിൻറ്റ് മൈനസ് ലോ. ഓക്കെ, അങ്ങനെ റെസിസ്റ്റൻസ് 1 കിട്ടി. ഇനി റെസിസ്റ്റൻസ് 2 കിട്ടുന്നതെന്ന് വെച്ചാൽ പിവറ്റ് പോയിൻറ്റ് പ്ലസ് ഹൈ മൈനസ് ലോണാണ് റെസിസ്റ്റൻസ് 2 കിട്ടുന്നത്. പിവറ്റ് പോയിൻറ്റ് പ്ലസ് ഹൈ മൈനസ് ലോ. ഇപ്പം നിങ്ങളൊരു പേപ്പറിനകത്ത് ആദ്യം തന്നെ ഈ പറയുന്നത് ഞാൻ എഴുതി വെക്കുക, എന്നിട്ട് പിന്നെ ഫോർമുല അപ്ലൈ ചെയ്യാം, എന്നിട്ട് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത റെസിസ്റ്റൻസ് 3 പിവറ്റ് പോയിൻറ്റ് പ്ലസ് 2 മൾട്ടിപ്ലൈഡ് ബൈ ഹൈ മൈനസ് ലോ. പിവറ്റ് പോയിൻറ്റ് പ്ലസ് 2 മൾട്ടിപ്ലൈഡ് ബൈ, അപ്പം ഞാൻ ആ ഫോർമുല കൊടുക്കണേ അറിയാമല്ലോ, 2 പിവറ്റ് പോയിൻറ്റ് പ്ലസ് ബ്രാക്കറ്റ് 2 മൾട്ടിപ്ലൈഡ് ബ്രാക്കറ്റ് ഹൈ മൈനസ് ലോ. അപ്പോൾ ഞാൻ ഈ ഫോർമുല അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയ്ക്കകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കുക, ബെറ്റർ. പോയിൻ്റ് ഒഴിവാക്കി. ഇതിപ്പം റെസിസ്റ്റൻസ് 1, 2 ടാർജറ്റും സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് എടുക്കുക. നമുക്കൊരു കോളത്തിനകത്ത് കൊടുത്ത് അതിൻ്റെ കളറും മാറ്റാം നമുക്ക്. ഓക്കെ, ആ കളർ കൊടുത്ത്. ഇതാണിപ്പം ആ സ്റ്റോക്കിൻ്റെ പിവറ്റ് പോയിൻറ്റും അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും കിട്ടിയത്. അപ്പോൾ നമ്മളിത് ബോൾഡാക്കി. ഇനി നമുക്ക് നേരെ നമ്മുടെ ചാർട്ടിലോട്ട് പോയിട്ട് ഇത് അപ്ലൈ ചെയ്യണം. ചാർട്ടിൽ പോയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ഓരോ സ്റ്റോക്കിന് ഒരു ദിവസം ട്രൈ ചെയ്തെടുത്ത്. മെയിനായിട്ട് നിഫ്റ്റിക്കകത്ത് തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത്. സ്റ്റോക്കിനകത്തും ബ്രേക്കൗട്ട് സ്ട്രാറ്റജിക്കകത്തും ചെയ്യുന്ന എല്ലാം സക്സസ് ആണ്. അപ്പം ഞാൻ ഇതിനകത്ത് ആക്സിസ് ബാങ്കിൻ്റെയാണ്. ഇത് നേരത്തെ ഞാൻ എടുത്ത ചാർട്ടാണ്. ഇനിയിപ്പോൾ ആക്സിസ് ബാങ്കിനാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ആക്സിസ് ബാങ്കിന് തന്നെ സെർച്ച് ചെയ്ത് ആക്സിസ് ബാങ്കിന് തന്നെ പിവറ്റ് പോയിൻ്റ് നമ്മൾ എങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിസ് ബാങ്കിന് എടുത്തിട്ട് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും എല്ലാം നോക്കണം. 3 മിനിറ്റ്സ് കാണിലെടുക്കണം. അപ്പം നേരത്തെ നമ്മൾ അതിൻ്റെ സപ്പോർട്ട് പിവറ്റ് പോയിൻ്റ് എത്രയാണ്, അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട് നമ്മുടെ ഫയലിനകത്ത്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ടൂൾസിനകത്ത് പോവാം. നിങ്ങളുടെ ബ്രോക്കർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ചാർട്ട് എടുത്താൽ മതി. ഞാൻ ചാർട്ടിങ് ജസ്റ്റ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 669 എന്നുള്ളതാണ് നമുക്ക് പിവറ്റ് പോയിൻ്റ് കിട്ടിയത്. അപ്പോൾ ഞാനത് അവിടെ വരയ്ക്കുക. അതുകൊണ്ട് ആ ക്യാൻഡിലുണ്ട്, ആ ക്യാൻഡിലിൻ്റെ മേളിലായിട്ട് കൊണ്ടുവെക്കുക. 667, 668, 669 അവിടെ ഒരു റെഡ് ക്യാൻഡിലുണ്ട് കണ്ട, അവിടെ കൊണ്ടുവെക്കുക. നിങ്ങളിങ്ങനെ ചാർട്ട് എടുത്തിട്ട് ഷോർട്ട് കട്ടിൽ എഴുതുക. പിവറ്റ് പോയിൻ്റ് എഴുതേണ്ട ആവശ്യമില്ല, പി എന്ന് മാത്രം എഴുതിയാൽ മതി. ഞാൻ പിന്നെ ഇത് ബിഗിനേഴ്സിന് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. പിവറ്റ് പോയിൻ്റ് ആ റേറ്റ് നമ്മൾ നോക്കണം. ഇനി നമ്മൾ എക്സലിൽ പോവുക. എക്സൽ പോയിട്ട് പിവറ്റ് പോയിൻ്റ് എത്ര, 669. അപ്പോൾ നമ്മൾ പിവറ്റ് പോയിൻ്റ് അവിടെ 669 നൽകും. അടുത്തത് 3 സപ്പോർട്ടും കിടപ്പുണ്ട്, 3 റെസിസ്റ്റൻസും കിടപ്പുണ്ട്. അപ്പോൾ 3 സപ്പോർട്ടിൻ്റെ അടുത്ത് ഞാൻ ആ ലൈൻ വരയ്ക്കുക. ഇനി അടുത്തൊരു സപ്പോർട്ടിൻ്റെ ഇത് നമ്മൾ എന്നിട്ട് ഇവിടെ S1 എന്ന് വേണമെങ്കിൽ എഴുതാം. സപ്പോർട്ട് 1. പിന്നെ അടുത്ത S2 എന്ന് എഴുതാം. അടുത്തൊരു ലൈൻ വരച്ചിട്ട് S2 എന്നും എഴുതാം. അപ്പോൾ നമ്മൾ ആ എക്സലിൽ പോയിട്ട് നോക്കണം ഇടയ്ക്ക്. അത് ചുമ്മാതെ ലൈൻ വരയ്ക്കില്ല, എക്സലിൽ പോയിട്ട് നോക്കിയിട്ട് എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് നോക്കണം. അപ്പോൾ അവിടെ ഒരു ക്യാൻഡിൽ എടുക്കുന്നുണ്ട്. ആ ഒരു വലിയ ക്യാൻഡിലിൻ്റെ താഴെ അതൊരു സപ്പോർട്ടായിട്ട് എടുക്കും. ആ വലിയ ക്യാൻഡിൽ എവിടെ പോയി നിൽക്കുന്നത് വെച്ചാൽ അതൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ നിങ്ങളുടെ ചാർട്ടിനകത്ത്
ഒരു 50 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 മിനിറ്റ്സോ എടുത്തിട്ട് ആ പോയിൻ്റ് വെച്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഞാൻ S2 ആയിട്ട് എഴുതി. ഇനി സപ്പോർട്ട് 3 643. ഇപ്പോൾ 643 അവിടെ കൊണ്ടുവന്ന് അടുത്തൊരു ലൈൻ വെക്കുക. 643 അവിടെ കൊണ്ടുവന്ന് ആ ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിലിൻ്റെ രണ്ടാമത്തെ റെഡ് ക്യാൻഡിലിനോട് ചേർന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട്, അത് നമുക്ക് മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഇത് എളുപ്പ വഴിക്ക് നമ്മൾ ആൾറെഡി പിവറ്റ് പോയിൻ്റ് എഴുതി. ഇനി കുറച്ചുകൂടെ എളുപ്പം ആവാൻ വേണ്ടി ആ പിവറ്റ് പോയിൻ്റിൻ്റെ ഫിഗർ അവിടെ അങ്ങ് എഴുതുക. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് ആദ്യം ചാർട്ട് എടുത്ത് പെട്ടെന്ന് കാര്യങ്ങളെ പെട്ടെന്ന് എടുക്കാം. എപ്പോഴും ഈ ക്യാൻഡിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ 669 നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടി, 669 കിട്ടി. പിന്നെ S2 സപ്പോർട്ട് 662. ഇനി അടുത്തത് 6 സപ്പോർട്ട് 3 എത്രയാണ്? 643. 6 ഇത് സപ്പോർട്ട് 2 656. ഇനി സപ്പോർട്ട് 3 643. 643 എന്ന് പറഞ്ഞ സപ്പോർട്ടും എടുത്തു ഞാൻ എഴുതി. ഇനി അതേപോലെ നമുക്ക് ഇതിപ്പോൾ പിവറ്റ് പോയിൻ്റായി, ഒരു സപ്പോർട്ടായി, സപ്പോർട്ട് 2 സപ്പോർട്ട് 3. ഇനി ഇതേപോലെ നമുക്ക് റെസിസ്റ്റൻസും മുകളിൽ എഴുതുക. റെസിസ്റ്റൻസ് എഴുതുന്നതിന് R1 R2 R3 ആ ഒരു 3 കോളം നമ്മൾ മേളിൽ കൊണ്ട് വരയ്ക്കുക. അവിടെ അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണും, എപ്പോഴും നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ, പിവറ്റ് പോയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ എത്രയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്, ഇന്നലെ ക്ലോസിങ് റേറ്റ് എത്ര, എപ്പോഴും അത് നോക്കണം. യെസ്റ്റർഡേ ലോ അറിയാമല്ലോ, മേളിൽ ഞാൻ കാണിച്ചല്ലോ 662.3, അതാണ് യെസ്റ്റർഡേ ലോ എന്ന് കാണിക്കുന്നത്. അതുകൂടെ വെക്കണം. 662 എന്ന് പറഞ്ഞാൽ ഡെസിമൽ മാറ്റുമ്പോൾ ആ S1 സപ്പോർട്ടാണ് 662 ആയിട്ട് കിടക്കുന്നത്. അപ്പം ചില സമയത്ത് ഫാൾ ഉണ്ടായിട്ട് ഡേ ലോ പോയി ടച്ച് ചെയ്തിട്ട് അവിടുന്ന് കയറും. അപ്പോൾ നിങ്ങൾ ചാർട്ടിനകത്ത് ഇത് മൂന്നും വരച്ചിട്ട് ഡേ ലോയും കൂടെ വരയ്ക്കണം, ഒരു ലൈൻ. അത് വരയ്ക്കുമ്പം ഡേ ലോ ചിലപ്പോൾ ടച്ച് ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ആവാതെ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറും. ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ R1 3 ലൈൻ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. R1 R2 റെസിസ്റ്റൻസ് 2 ആൻഡ് റെസിസ്റ്റൻസ് 3. R1 എന്ന് പറഞ്ഞാൽ 675 ആണ് നമ്മുടെ ഫസ്റ്റ് കിട്ടുന്നത്. സെക്കൻഡ് 682, തേർഡ് റെസിസ്റ്റൻസ് 695. അപ്പോൾ ഈ താഴത്തെ നിങ്ങൾക്ക് 3 സ്റ്റോപ്പ് ലോസ് ആയിട്ടും മേളിലെ 3 ടാർജറ്റായിട്ടും പിന്നെ ഡേ ലോ ഒരു സപ്പോർട്ടായിട്ടും വരയ്ക്കാം. അപ്പോൾ ഈ 3 ലൈനും ഞാൻ അവിടുന്ന് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ ഫോമിൽ അങ്ങനെ വെക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഫോമിലേക്ക് അത് അപ്ലൈ ചെയ്ത് ഈ ഡേറ്റ അപ് ടു ഡേറ്റ് ആയിരിക്കും NSEയുടെ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് ആ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓരോ ലെവൽ ഇപ്പം ന്യൂസ് ബേസ് എന്തെങ്കിലും വന്നില്ലെങ്കിൽ ഇത് 95% വർക്കൗട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ലതായിട്ട് ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് പിവറ്റ് പോയിൻ്റ്. അതിൻ്റെ ഡേ ലോ വന്നിട്ടാണ് എപ്പോഴും നിഫ്റ്റിയുടെ ഇൻഡെക്സിനകത്ത് സപ്പോർട്ട് എടുക്കുന്നത്. ഇത് ഞാൻ ഈ സ്റ്റോക്കിൻ്റെ മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് ഫ്യൂച്ചർ അപ്ലൈ ചെയ്യാം, സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് മാത്രം അപ്ലൈ ചെയ്യല്, ബാക്കി ഫ്യൂച്ചർ അപ്ലൈ ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യാം. ഇൻഡെക്സ് അപ്ലൈ ചെയ്യാം, നിഫ്റ്റി അപ്ലൈ ചെയ്യാം, ബാങ്ക് നിഫ്റ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നിഫ്റ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിഫ്റ്റി അപ്ലൈ ചെയ്ത് ഇങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്യാം, എന്നിട്ട് ഡേയിലോ ഒരു സപ്പോർട്ടായിട്ട് വെക്കാം. ഇവിടെ റെസിസ്റ്റൻസ് അവിടെ വരുമ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡേയിലോ ടാർഗറ്റായിട്ട് ഇട്ട് ഡേയിലോ വന്ന് ഇപ്പോൾ ഡേയിലോ വന്ന് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പിവറ്റ് പോയിൻ്റ് കൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ ഈ 3 ടാർഗറ്റ് വേണേൽ വെക്കാം. ഓരോ ടാർഗറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് മാറാം, എന്നിട്ട് അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.